അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല ദൂരീകരിച്ചു തരട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെയും നമ്മുടെയും എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു തആല പരിപൂർണ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സഹോദര സഹോദരിമാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അർഹമുറഹ്മാനായ റബ്ബി എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങൾ പറഞ്ഞവരുടെ പ്രയാസങ്ങളെ അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. അർഹമുറഹ്മാനായ റബ്ബി അവരുടെയും നമ്മുടെയും എല്ലാ രോഗങ്ങൾക്കും പരിപൂർണ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖൈറായ ജോലി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഉള്ള ജോലി അല്ലാഹു തആല ഖൈറും ബറക്കത്തും നിലനിർത്തി തരട്ടെ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് അനുയോജ്യമായ ജോലിയും ശമ്പളവും അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. കടത്തിൽ ബുദ്ധിമുട്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് നമുക്കും ഹലാലായ മാർഗത്തിൽ കടം വീട്ടാനുള്ള എല്ലാ മാർഗങ്ങളും അല്ലാഹു തുറന്നു തന്ന് അനുഗ്രഹിക്കട്ടെ. ദാരിദ്ര്യമില്ലാത്തൊരു ജീവിതം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സഹോദര സഹോദരിമാർ നമ്മുടെ ഈ ക്ലാസ് കാത്തിരുന്നുകൊണ്ട് കണ്ട് കേട്ട് ജീവിതത്തെ പകർത്തുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുന്ന നല്ല മനസ്സുടമകൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ രണ്ട് ലോകത്തും ഖൈറിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, ആദ്യമായി നിങ്ങൾ ശ്രദ്ധയിൽ ഉണർത്താനുള്ളത്, നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൾ എന്ന് അമർത്തി വെക്കുക. എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനടി ലഭിക്കും. അതിനു വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മുടെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ലൈക്ക് ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ ക്ലാസ് എത്താൻ ഉപകാരമാകും. അതുപോലെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ നിങ്ങളോട് ഉണർത്താനുള്ളത്, നമ്മുടെ ഈ ചാനലിന്റെ വോയിസ് ഓഫ് ജരീദാരിമി എന്ന പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് അറിവുകൾ അതിലൂടെ നൽകുന്നുണ്ട്. അതിൽ ചേരാനും കൂടാനും താല്പര്യമുള്ള ആളുകൾ ഞാൻ നമ്പർ മേലെ കൊടുക്കുന്നുണ്ട്. അവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾ അതിലൂടെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ല അറിവുകൾ പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഒരുപാട് ആളുകൾ നമ്മോട് പറയാറുണ്ട്, ഉസ്താദെ ഒരു ആഗ്രഹവും നടക്കില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ എനിക്കുണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് നടന്നു കിട്ടില്ല ഉസ്താദെ. എന്നൊരു ആഗ്രഹമുണ്ട്, അത് ഒരിക്കലും നടക്കാൻ പോണില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളിലൊതുക്കിക്കൊണ്ട് പുറത്ത് പറയാതെ മനസ്സിനകത്ത് ഒതുക്കിക്കൊണ്ട് നടക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. എന്നാൽ അത്തരം ആളുകൾക്ക് അവിടെ ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ, ആഗ്രഹം സഫലീകരിച്ച് കിട്ടാൻ, അതുപോലെ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു വീട് നമുക്ക് വേണം, ആഗ്രഹിക്കാറുള്ളവരാണ്. നല്ലൊരു വാഹനം ആഗ്രഹിക്കാറുള്ളവരാണ്. നല്ലൊരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുപോലെ നല്ല സന്താനങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നല്ല സമ്പത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുമായി നടക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങളുമൊക്കെ. പക്ഷേ പലരും വിചാരിക്കുന്നത് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഈ ആഗ്രഹമൊക്കെ വെറുതെയാണ്, ഇതൊന്നും നടക്കുകയില്ല എന്ന് ചിന്തിച്ച് ഒരുപാട് ആളുകൾ നടക്കുന്നവരുണ്ട്. എന്നാൽ അത്തരം ആഗ്രഹ സഫലീകരണത്തിനും അത്തരം ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരെ ആഗ്രഹ പൂർത്തീകരണത്തിനും വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്. ഞാൻ പറയുന്ന രൂപത്തിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏത് വലിയ നടക്കാത്ത ആഗ്രഹമാണെങ്കിലും ഇൻഷാ അല്ലാഹ് മഹത്തുക്കളുടെ ബറക്കത്ത് കൊണ്ട്, ഞാൻ പറയുന്ന ദിക്റുകളുടെ ഒക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല പൂർത്തീകരിച്ചു തരും, ഉറപ്പാണ്. അല്ലാഹു അതിന് ഉപകാരമുള്ള ക്ലാസ്സാക്കി നമ്മുടെ ക്ലാസ്സിനെ മാറ്റട്ടെ. ഇത്തരം ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി നല്ല വീട്, നല്ല വാഹനം, നല്ല ജോലി, നല്ല സന്താനങ്ങൾ, നല്ല സമ്പത്ത്, ഇതൊക്കെ ലഭിക്കാൻ നാം ചെയ്യേണ്ടത്, ഇതൊക്കെ ആഗ്രഹിച്ച് നടക്കുന്ന ആളുകൾ ചെയ്യേണ്ടത്, പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ 99 നാമം നമുക്കൊക്കെ അറിയാം അല്ലേ? ഈ 99 നാമങ്ങളിലെ ഒരു നാമമാണ് നാം ചെയ്യേണ്ടത്.
ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ 3 ഇസ്മുകളെ കുറിച്ചാണ് പറയുന്നത് അസ്മാഉൽ ഹുസ്നയിലെ. അതിലെ ഒരു ഇസ്മാണ് ഇന്ന് നാം ചൊല്ലേണ്ടത്. ആ ഇസ്മ നാം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എത്ര വലിയ ആഗ്രഹവും അല്ലാഹു തആല പൂർത്തീകരിച്ചു തരും. അസ്മാഉൽ ഹുസ്നയുടെ മഹത്വം ഞാൻ മുമ്പ് കുറേ വീഡിയോ ചെയ്തിട്ടും പറഞ്ഞിട്ടുമുണ്ട്. നമുക്കറിയാം, നമുക്ക് കാണാതെ പഠിച്ചിട്ടുള്ളവരും നിത്യേന പാരായണം ചെയ്യുന്നവരും ജീവിതത്തിൽ അത് പതിവാക്കി കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് ആണ്. അതിനൊക്കെ മഹത്വം കൊണ്ടു നടക്കുന്ന ആളുകൾക്കൊക്കെ അറിയാനും കഴിയും. അതുകൊണ്ട് തന്നെ അസ്മാഉൽ ഹുസ്നയിലെ ഒരു ഇസ്മ, ഈ ഇസ്മ എപ്പോഴാണ് ചൊല്ലേണ്ടത്, എത്ര പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്, ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരാം. നാം ചൊല്ലേണ്ടത് യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ. ഈ ഇസ്മാണ് നാം ചൊല്ലേണ്ടത്. എത്ര പ്രാവശ്യം ചൊല്ലണം? 501 പ്രാവശ്യം. എത്ര ദിവസം ചെയ്യണം? 7 ദിവസം ചെയ്യണം. മുടങ്ങാതെ പതിവായി 7 ദിവസം ഞാൻ ചൊല്ലണം. എപ്പോഴാണ് ചൊല്ലേണ്ടത്? തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം. തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷം ആ സ്ഥലത്തിരുന്നു കൊണ്ട് 501 പ്രാവശ്യം 7 ദിവസം മുടങ്ങാതെ പതിവായി ഈ ദിക്ർ ചൊല്ലി പടച്ച റബ്ബിനോട് നമ്മുടെ ആഗ്രഹം എന്താണോ അത് പറഞ്ഞ് നാം ദുആ ചെയ്യാൻ നാം മുതിരുകയാണെങ്കിൽ ഉറപ്പായും പ്രിയപ്പെട്ടവരെ, നാം തയ്യാറാണെങ്കിൽ അത് നടന്നിരിക്കും. ഇത് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം. അപ്പൊ ഞാൻ ചെല്ലേണ്ടത് യാ അർഹമർ റാഹിമീൻ എന്ന ഈ ദിക്ർ, അഥവാ റഹ്മാൻ റഹീം എന്ന 2 ഇസ്മ യോജിപ്പിച്ചുകൊണ്ടുള്ള ദിക്റാണത്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ലോകത്ത് വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും അല്ലാഹു തആല ഗുണം ചെയ്യുന്നവനാണ്. റഹീം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് വഴിപ്പെട്ടവന് മാത്രം നാളെ പരലോകത്ത് മഹ്ശറിയിൽ ഗുണം ചെയ്യുന്ന അല്ലാഹു. അല്ലാഹുവേ, നിന്റെ ഈ ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് നീ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു തരണേ അല്ലാ. എൻ്റെ മനസ്സിനകത്ത് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഓരോ ആഗ്രഹങ്ങൾ എണ്ണി എണ്ണി പടച്ച റബ്ബിനോട് പറയുക. എന്നിട്ട് അല്ലാഹുവിനോട് പറയുക, റബ്ബേ, ഈ ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നീ പൂർത്തീകരിച്ചു തരണേ അല്ലാ എന്ന് പറഞ്ഞ് നാം ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് 7 ദിവസത്തിനുള്ളിൽ നമ്മുടെ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും, എത്ര വലിയ നടക്കാത്ത ആഗ്രഹങ്ങൾ കൊണ്ടു നടക്കുന്നവരാണെങ്കിലും ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബ് മഹാമാരമായി പഠിപ്പിക്കുന്നത് ഈ ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ആ ആഗ്രഹം അല്ലാഹു തആല പൂർത്തീകരിച്ചു തരുമെന്നാണ്. അല്ലാഹു നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു തരുമാറാവട്ടെ, ആമീൻ. ഇതാണ് ഒരു ഇസ്മ. ഇനി രണ്ടാമത്തെ ഒരു ഇസ്മ നാം ചൊല്ലേണ്ടത് കടങ്ങൾ ഉള്ള ആളുകൾ, കടം കൊണ്ട് ബുദ്ധിമുട്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. കമന്റ് ബോക്സ് തുറന്നാൽ ഒരുപാട് സഹോദര സഹോദരിമാർ നമ്മോട് കൂടുതലായി പറയാറുള്ളത് കടങ്ങളാണ് ഉസ്താദേ, അത് വീടാനുള്ള മാർഗം പറഞ്ഞു തരുമോ, അതിനുവേണ്ടി എപ്പോഴും ദുആ ചെയ്യണേ എന്നാണ് ദുആ വസിയത്ത് ചെയ്യുന്നത്. എന്നാൽ അത്തരം കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന സഹോദര സഹോദരിമാർ ചെയ്യേണ്ടത് അവർക്കുള്ള ഒരു പരിഹാരമാണ്, അവർക്കുള്ള ഏറ്റവും നല്ലൊരു ഇസ്മാണ്, ഒരു ദിക്റാണ് ഇന്ന് ഞാൻ പറഞ്ഞിരുന്നത്. മക്കളെ കെട്ടിച്ച് കടത്തിൽ കുടുങ്ങിയവരാവാം, അതല്ലെങ്കിൽ വീട് വെച്ച് കടത്തിൽ കുടുങ്ങിയ ആളുകളായിരിക്കാം, ലോൺ എടുത്ത് കുടുങ്ങിയ ആളുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ വലിയ ബിസിനസ് ഒക്കെ ചെയ്ത് തുടക്കത്തിലൊക്കെ നല്ല വാരിക്കോരി അല്ലാഹു തആല കൊടുത്തിട്ടുണ്ടാവും. അവസാനം വെച്ച് കച്ചവടം പൊളിഞ്ഞ് പാളീസായി കടക്കണിയിൽ കുടുങ്ങിയ ആളുകളുണ്ടാവും. അതുപോലെ തന്നെ ഗൾഫിലൊക്കെ പോയി പ്രയാസപ്പെട്ട് അധ്വാനിച്ച് അവസാനം മിച്ചം വന്ന് കടം മാത്രമായിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്കറിയാൻ കഴിയും. ഇത്തരം കടങ്ങൾ മാത്രം ബാക്കിയായി നടക്കുന്ന ആളുകൾ, അതുപോലെ ശാരീരികമായ ബുദ്ധിമുട്ട്, ഒരു ഐശ്വര്യവും ജീവിതത്തിലെല്ലാം ഉസ്താദെ വെറും പ്രയാസം മാത്രമാണെന്ന് പറയുന്ന ആളുകൾ, മാനസികമായ രോഗങ്ങൾ കൊണ്ട് നടക്കുന്നവർ, ശാരീരിക രോഗം കൊണ്ട് നടക്കുന്നവർ, അതുപോലെ തന്നെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാത്രം പറഞ്ഞ് നടക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് 7 ദിവസം മുടങ്ങാതെ 7 ദിവസം 100 തവണ ഞാൻ ഈ പറയുന്ന ഇസ്മ മഗ്രിബ് നിസ്കാരത്തിന് ശേഷം നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായും പടച്ച റബ്ബ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും കടങ്ങളും അല്ലാഹു തആല വീട്ടിൽ തരുമെന്നാണ് മഹത്തുക്കളമെ പഠിപ്പിക്കുന്നത്. അത് ആര് പറഞ്ഞു എന്ന് മഹാനായ യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു തആല അവിടുത്തെ കിതാബ് നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. എന്താ ചെയ്യേണ്ടത്? 100 പ്രാവശ്യം 7 ദിവസം 100 പ്രാവശ്യം മഗ്രിബ് നിസ്കാരത്തിന് ശേഷം ഞാൻ ഈ പറയുന്ന ഇസ്മ. ഏതാണ് ആ ഇസ്മ? ആ ഇസ്മ ഇതാണ്: യാ ബാരിഉ യാ അല്ലാഹ്, യാ ബാരിഉ യാ അല്ലാഹ്,
യാ ബാരിഉ യാ അല്ലാഹ്. എന്താണ് ആ ഇസ്മിന്റെ അർത്ഥം തന്നെ? എന്താണ്? ശമനം നൽകുന്നവനെ, രോഗങ്ങൾക്ക് ശമനം നൽകുന്നവനെ, പ്രയാസങ്ങൾ അകറ്റിത്തരുന്നവനെ, കടങ്ങളൊക്കെ വീട്ടി റാഹത്തിലാക്കി തരുന്ന അല്ലാഹുവേ, അതുപോലെ തന്നെ എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് ഒഴിവാക്കി തരുന്ന റബ്ബേ എന്നാണ് ഈ യാ ബാരിഉ യാ അല്ലാഹ് എന്ന ഇസ്മിന്റെ അർത്ഥം. ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ഇസ്മാണ് ഈ ഇസ്മ. ഈ ദിക്റ് 7 ദിവസം മുടങ്ങാതെ 100 പ്രാവശ്യം മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് അതിന്റെ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ സ്ഥലത്തിരുന്നു കൊണ്ട് നല്ല നിയ്യത്തോടെ ഇഖ്ലാസോട് കൂടെ ചെയ്യുകയാണെങ്കിൽ പടച്ച റബ്ബ് നമ്മുടെ കടങ്ങൾ, കുന്നോളം കടങ്ങളുണ്ടെങ്കിലും ശരി, കോടിക്കണക്കിന് കടങ്ങളുണ്ടെങ്കിലും ശരി, നല്ല നിയ്യത്തോടു കൂടെ ചെയ്യാൻ നാം തയ്യാറാണെങ്കിൽ അല്ലാഹു തആല അത് നമുക്ക് വീട്ടി തരുമെന്നാണ് മഹാനായ യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്. അല്ലാഹു അത്തരം പ്രയാസങ്ങൾ കൊണ്ട്, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടങ്ങളൊക്കെ അല്ലാഹു തആല വീട്ടി തരട്ടെ. അതിന് ഈ ക്ലാസും ഇതിൽ പറയുന്ന ദിക്റും ഈ ഇസ്മ അല്ലാഹു അതിനൊരു പരിഹാരമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇതാണ് രണ്ടാമതായി നാം ചൊല്ലേണ്ട ഇസ്മ. ഇനി മൂന്നാമതായി നാം ചൊല്ലേണ്ട ഇസ്മേതാ? നിത്യേന രോഗികളായി കഴിയുന്നവരുണ്ടാകും. എപ്പോഴും രോഗങ്ങളാണ്. അതുപോലെ എപ്പോഴും തെറ്റു മാത്രം ചെയ്ത് നടക്കുന്ന ആളുകൾ, ഒരു നന്മയും ചെയ്യാൻ തോന്നാത്ത ആളുകളുണ്ട്. ജീവിതത്തിൽ വെറും തെറ്റുകൾ മാത്രം ചെയ്ത്, പാപങ്ങൾ മാത്രം ചെയ്ത് പേറി നടക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറുള്ളവരുണ്ട്. മക്കൾ നന്നായി കിട്ടാൻ, ഭാര്യമാർ നന്നാവാൻ വേണ്ടി, ഭർത്താക്കന്മാർ നന്നാവാൻ വേണ്ടി രോഗങ്ങളാണ്. ആ രോഗം മാറിക്കിട്ടാൻ, കുഷ്ഠരോഗം മാറാൻ, അതുപോലെ തന്നെ സോറിയാസിസ് എന്ന് പറയുന്ന രോഗം വലിയ ഒരു രോഗമാണ് അല്ലേ? എപ്പോഴും ചൊറിച്ച ശരീരം എപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞ് അവസാനം ശരീരം ഇങ്ങനെ തടിച്ച് വീർത്തി വരുന്ന ഒരവസ്ഥ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത്രത്തോളമുള്ള അത്ര വലിയ പ്രയാസങ്ങൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന രോഗങ്ങളൊക്കെ അല്ലാഹു തആല ശിഫയാക്കി കൊടുക്കട്ടെ. അത്തരത്തിലുള്ള രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മെയും കുടുംബത്തെയും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ വെള്ളപ്പാണ്ട്, കുഷ്ഠരോഗം, മാനസികമായ രോഗം, പൈശാചിക രോഗം, പൈശാചിക ഉപദ്രവങ്ങൾ, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി മഹാമാനമ്മയെ പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിക്കുന്നത് എന്താണ്? മഹാമാനമ്മക്ക് പറഞ്ഞിരുകയാണ്, മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, സ്വഭാവ ദൂഷ്യമുള്ള ആളുകൾ, മക്കളുടെ സ്വഭാവം നന്നാവാൻ വേണ്ടി പറയുന്നവർ, ഭാര്യയുടെ സ്വഭാവം നന്നായി കിട്ടാൻ, ഭർത്താവിന്റെ സ്വഭാവം നന്നായി കിട്ടാൻ, അതുപോലെ തന്നെ നിത്യേന രോഗിയായി കഴിയുന്നവരുടെ രോഗങ്ങൾ മാറാൻ, വലിയ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ, തെറ്റുകൾ മാത്രം ചെയ്ത് നടക്കുന്നവരുടെ തെറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ നാം ചെയ്യേണ്ടത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ യാ മജീദു യാ അല്ലാഹ്, യാ മജീദു യാ അല്ലാഹ്, യാ മജീദു യാ അല്ലാഹ് എന്ന് ഈ ഇസ്മുണ്ടല്ലോ. ഈ ഇസ്മ 101 പ്രാവശ്യം അണമുറിയാതെ, എണ്ണം തെറ്റാതെ 101 പ്രാവശ്യം എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സമയത്ത്, നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത്, ഇന്ന സമയമെന്നില്ല, ഇന്ന സമയമെന്ന് നമ്മെ പഠിപ്പിക്കുന്നില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന സമയത്ത്, ഏത് സമയത്താണോ പറ്റുന്നതെങ്കിൽ ആ സമയത്ത് യാ മജീദു യാ അല്ലാഹ് എന്ന് പറയുന്ന ദിക്റ് 101 പ്രാവശ്യം ചൊല്ലണമെന്നാണ് മഹത്തുക്കളെ പഠിപ്പിക്കുന്നത്. നല്ല നീയത്തോടുകൂടെ, നല്ല ഇഖ്ലാസോടുകൂടെ, ആത്മാർത്ഥമായി നാം ചെയ്യുക. ആരാ പറയുന്നത്? മഹാനായ യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. ഈ ദിക്റ് നല്ല ആത്മാർത്ഥതയോടുകൂടെ 101 പ്രാവശ്യം 7 ദിവസം നമുക്കിഷ്ടമുള്ള സമയം തിരഞ്ഞെടുത്ത് വൃത്തിയുള്ള സ്ഥലത്തിരുന്ന്, വൃത്തിയുള്ള വസ്ത്രം ധരിച്ച്, നല്ല ശുദ്ധിയോടുകൂടെ, നല്ല സുഗന്ധമൊക്കെ ഉപയോഗിച്ചല്ല നീയത്തോടുകൂടെ ഈ ഇസ്മ നാം ചൊല്ലാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരാൻ അല്ലാഹു തയ്യാറാണ്. അല്ലാഹു അത്തരം പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. കടങ്ങൾ പറഞ്ഞവരുടെ കടങ്ങൾ അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കട്ടെ. അതുപോലെ തന്നെ തെറ്റിൽ മാത്രം ഒഴുകി നടക്കുന്ന മക്കളെ പറ്റി പറഞ്ഞവരുണ്ട്, ഭാര്യമാര് നന്നാവാൻ പറഞ്ഞവരുണ്ട്, ഭർത്താക്കന്മാർ നന്നാവാൻ വേണ്ടി ആവശ്യപ്പെട്ടവർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ദിക്റുകളുടെ ബറക്കത്ത് കൊണ്ട് അവരെല്ലാവരെയും അല്ലാഹു നന്നാക്കി തരട്ടെ.
വലിയ വലിയ മാരക രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ എല്ലാ ഹലാലായ നല്ല മുറാദുകളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പെട്ടെന്ന് പൂർത്തീകരിച്ചു തരട്ടെ. നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ, നമ്മളെ സ്നേഹിക്കുന്നവർ, ഇഷ്ടപ്പെടുന്നവർ, നമ്മുടെ ക്ലാസ് കേൾക്കുന്നവർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവർക്കും രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. മരിക്കുന്നതിന് മുമ്പ് മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കുടുംബത്തോടൊപ്പം ചെന്ന് ചെയ്യാനുള്ള തൗഫീഖും ഭാഗ്യവും അവസരവും അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ബിഹഖ് നബിയിന മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.